ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പൽ എങ്ങനെയാണ് കടലിൽ സെയിലാവുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് മൂവ് ആവുന്നത്. കപ്പലിൽ എഞ്ചിൻ ഉണ്ട്, പക്ഷെ എന്നാലും എഞ്ചിൻ കൂടാതെ മറ്റ് 2 ഘടകങ്ങൾ വെച്ചിട്ടാണ് കപ്പൽ മൂവ് ആവുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കപ്പലിൻ്റെ പ്രൊപ്പല്ലർ ആൻഡ് റഡർ. ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കാറിൻ്റെ സ്റ്റിയറിങ്ങും ടയറും പോലെയാണ്. അപ്പോൾ ഈ കാണുന്ന പ്രൊപ്പല്ലറിന് ഒരു സ്പെസിഫിക് RPM ഉണ്ട്. ഈ RPM ബേസ് ചെയ്തിട്ടാണ് കപ്പലിൻ്റെ സ്പീഡ് നിർണ്ണയിക്കുന്നത്. RPM നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ RPM വേരി ആവുന്നതനുസരിച്ച് കപ്പലിൻ്റെ സ്പീഡും വേരി ആവും. സോ അടുത്ത റഡർ യൂസ് ചെയ്തിട്ടാണ് കപ്പൽ ഏത് ദിശയിൽ ഏത് ഡയറക്ഷനിൽ തിരിയണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ 360 ഡിഗ്രി ആയിട്ട് നമുക്ക് തിരിക്കാൻ പറ്റില്ല. റഡറും കപ്പൽ തന്നെ ഒരു സ്പെസിഫിക് റഡറിന് സ്പെസിഫിക് ആംഗിൾ ഉണ്ടാവും. സോ അതിനനുസരിച്ച് നമ്മുടെ കപ്പൽ ഏത് ഡയറക്ഷനിൽ തിരിയണം എന്ന് നമുക്ക് തീരുമാനിക്കാം. എത്ര വലിയ കപ്പലാണെങ്കിലും ഈ ചെറിയ പ്രൊപ്പല്ലറും റഡർ യൂസ് ചെയ്തിട്ടാണ് ഏത് ദിശയിൽ പോകണം, എത്ര സ്പീഡിൽ പോകണം എന്ന് തീരുമാനിക്കുന്നത്.